ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ നെയ്ച്ചോറ് റെഡിയാക്കുന്നത് ഉള്ളി വാട്ടിയെടുക്കുക ഒന്നും ചെയ്യാതെ നമുക്ക് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള കുക്കറിലാണ് നമ്മൾ ഈ നെയ്ച്ചോറ് റെഡിയാക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറിനെ കുക്കറിൽ ഒരൊറ്റ വിസിലോട്ട് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് നമ്മുടെ നെയ്ച്ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള റൈസൊക്കെ ഇവിടെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള റൈസ് ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ള റൈസാണ്. കുക്കറിലാണെങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് കുക്കർ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വലിയുള്ളി ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 2 പീസ് പട്ട ഇട്ട് കൊടുക്കാം. 2 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ അതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും ചേർത്തെടുക്കാം. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് നെയ്ച്ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ അങ്ങ് ഓട്ട ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുപോലെ നടുഭാഗം കീറിയിട്ട് ഇട്ട് കൊടുക്കണ്ട. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളിയുടെ പകുതിയാണ്. അപ്പോൾ 2 പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ കണക്ക് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിനൊരു പാത്രം റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ 1.25 വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ 2 പാത്രം മുഴുവനായിട്ട് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. 1.25 പാത്രം വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ രണ്ടാമത് എടുത്തത് ഈ പാത്രത്തിൽ 3/4 പാത്രം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഗ്യാസിലേക്ക് മാറ്റാം. നമ്മളൊരൊറ്റ വിസിൽ വരുന്നത് വരെ മാത്രം അത് കുക്ക് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ റൈസ് വേവ് ഏറിയിട്ട് പോകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വിസിൽ വരുന്നത് വരെ മാത്രം നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഒരു വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ നമ്മുടെ കുക്കർ തുറന്ന് നോക്കുന്നത്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പച്ചമുളകിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുക്കറിലാണെങ്കിലും നമുക്ക് നല്ല റൈസ് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഒരു വിസിലിൽ കൂടുതൽ ഗ്യാസിൽ വെക്കരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൈസൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
അപ്പം നമ്മൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.